ഈ ക്ഷേത്രാചാരങ്ങളിലോ അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങളിലോ പതിവ് നടപടിക്രമങ്ങളിലോ ഒക്കെയുള്ള മാറ്റം വരുത്തലുകൾ അല്ലെങ്കിൽ അട്ടിമറിക്കലുകൾ എന്ന് തന്നെ പറയാം, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പറയാൻ പോകുന്ന ഈ മലപ്പുറം കാടാമ്പുഴ ദേവീ ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്ന തൃക്കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ചില മാറ്റങ്ങളാണ്. ഈ അട്ടിമറി അവിടെ നടക്കാനുള്ള സാധ്യത കണ്ടതോടെ ആ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ദേവിയുടെ പിറന്നാൾ ദിനത്തിൽ ഇലയിൽ വിളമ്പുന്ന സദ്യ ബുഫേ രീതിയിൽ നൽകാനാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ നീക്കം. കാടാമ്പുഴ ഭഗവതിയുടെ പിറന്നാൾ ഡിസംബർ 13-നാണ്. തൃക്കാർത്തിക മഹോത്സവത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്താറുണ്ട്. പതിറ്റാണ്ടുകളായി ഇവിടെ ഇലയിലാണ് സദ്യ നൽകാറുള്ളത്. ഇത് അട്ടിമറിക്കാനുള്ള നീക്കമാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ നടത്തുന്നത്. സംഭവത്തിൽ വിശ്വാസികൾ ഏതായാലും ജില്ലാ കളക്ടർക്കടക്കം പരാതി നൽകിയിട്ടുമുണ്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, ഈ മലബാർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് കുറച്ച് അധികമായി തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ കീഴ്വഴക്കങ്ങൾ ലംഘിക്കാനും പതിവുകൾ മാറ്റിമറിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ശിവദാസ്, തീർച്ചയായും കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്, പ്രത്യേകിച്ച് മലബാറിലെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം എന്ന് പറയുന്നത് തൃക്കാർത്തിക മഹോത്സവം തന്നെയാണ്. അന്നാണ് ദേവിയുടെ പിറന്നാൾ. ഈ മാസം 13-നാണ് ഇവിടെ ഈ ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ പിറന്നാൾ ആഘോഷം നടക്കുന്നത്. സാധാരണ പതിറ്റാണ്ടുകളായി തന്നെ ഇവിടെ വലിയ രീതിയിൽ തന്നെ വിപുലമായാണ് ഇത്തരത്തിൽ ഈ ഒരു പിറന്നാൾ ആഘോഷം നടക്കുന്നത്. അത്തരത്തിൽ ഇവിടെയും ഭഗവതിയുടെ പിറന്നാളും ആ രീതിയിൽ തന്നെയാണ് ആഘോഷിക്കാറുള്ളത്. പതിവായി തന്നെ ഈ ഇലയിൽ സദ്യ നൽകുന്ന രീതിയാണ് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസമായി പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് ആളുകൾക്ക് ബുഫേ സംവിധാനത്തിൽ ഇവിടെ ഭക്ഷണം നൽകിയിരുന്നു. അത് ഇപ്പോൾ പൂർണ്ണമായും ഈ സദ്യ നൽകുന്നത് ബുഫേ സംവിധാനത്തിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറോട് അടക്കം ഇന്നലെ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതും ആ രീതിയിലുള്ള നീക്കമാണ്, അല്ലെങ്കിൽ അങ്ങനെ ബുഫേ സംവിധാനമാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് കൈക്കൊള്ളുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ ഒരു ഇവിടുത്തെ ഈ പവിത്രതയും അതോടൊപ്പം തന്നെ ഈ ഒരു തൃക്കാർത്തിക മഹോത്സവത്തിന് പൂർണ്ണമായും അട്ടിമറിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളും നടപടികളുമാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. ഹൈന്ദവ സമൂഹം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിന്റെ ഭാഗമായി തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടെ ഭക്തർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവിടെ ഈ ഒരു ഇലയിലായിരുന്നു സദ്യ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ നീക്കം. കാടാമ്പുഴ ദേവീ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് ശിവദാസ് കന്മനം നമ്മോടൊപ്പം ചേർന്നത്. അതായത് ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾ എന്ന് ദേവസ്വം ബോർഡ് കരുതുന്നതിൽ ഭക്തജനങ്ങൾക്ക് അവിടെ സ്ഥിരം വിശ്വാസികൾക്കുള്ള അതൃപ്തിയും പ്രതിഷേധവുമാണ് രംഗത്ത് വരുന്നത്. ഇലയിട്ട് സദ്യ നൽകി പ്രസാദമൂട്ടിയിരുന്ന ദിവസം, ദേവിയുടെ പിറന്നാൾ ദിവസം, തൃക്കാർത്തിക മഹോത്സവത്തിൻ്റെ ദിവസം ബൂഫേ ആക്കണം. അതെന്ത് പരിഷ്കാരത്തിൻ്റെ പേരിലാണെങ്കിലും ഇതിലൊക്കെ വീണ പറഞ്ഞതുപോലെ എന്തിനാണ് ഇപ്പോൾ ബൂഫേ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്ന ഡിസ്പോസിബിൾ പ്ലേറ്റും ഗ്ലാസും ഒക്കെ ആയിരിക്കാം. ഇലയിട്ട് ഒരല്പം പ്രസാദം നൽകി ഭക്തജനങ്ങളെ മടക്കുന്നതിന് പകരം അവിടെ വീണ്ടും 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 ഓരോ ക്ഷേത്രങ്ങളിലായി കടന്നു കയറാനുള്ള ശ്രമമാണ്.